എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ സ്പെഷ്യൽ മുന്തിരി പിക്കിൾ, മുന്തിരി അച്ചാർ. നമ്മളെ കല്യാണ വീടുകളിലൊക്കെ പണ്ടത്തെ കാലത്ത്, ഇപ്പോൾ മുന്തിരി അച്ചാറൊന്നും അങ്ങനെ കാണുന്നില്ല. നമ്മളെ പണ്ട് കാലങ്ങളിലൊക്കെ ഒരുവിധം കല്യാണങ്ങളിൽ മുളകച്ചാർ അല്ലെങ്കിൽ മുന്തിരി അച്ചാർ ഇതൊക്കെയാണ് ഉണ്ടായിരുന്നത്. അപ്പം നമ്മൾ ഇന്നിവിടെ തയ്യാറാക്കുന്നത് ഒരു അടിപൊളി നല്ല ടേസ്റ്റിലുള്ള ഒരു മുന്തിരി അച്ചാറാണ്. കല്യാണ വീടുകളിലൊക്കെ ഉണ്ടാക്കുന്ന അതേ ടേസ്റ്റിലുള്ള ഒരു മുന്തിരി അച്ചാറാണ് നമ്മളിവിടെ തയ്യാറാക്കുന്നത്. നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മളെ ചാനൽ ഒന്നുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ളൊരു ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വ്യത്യസ്തമായ വീഡിയോകൾ ഉടനടി നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. അപ്പോൾ ഒരു അടിപൊളി മുന്തിരി അച്ചാർ നമുക്കിവിടെ തയ്യാറാക്കാം. നമ്മളിവിടെ ഒരു പാത്രം എടുത്തിട്ട് അതിൽ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അടിപൊളി ഉണക്കമുന്തിരി ഇതിലിട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചിട്ടെടുക്കാം. അപ്പോൾ കണ്ടില്ലേ ഗൈസ്, നമ്മൾ ആ മുന്തിരിയൊക്കെ ഏകദേശം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേറൊരു പാത്രത്തേക്ക് കോരി മാറ്റി വെക്കാം. നമ്മൾ നേരത്തെ പൊരിച്ച് വെച്ചിട്ടുള്ള മുന്തിരിയുടെ ആ എണ്ണ കുറച്ചെടുത്ത് മാറ്റിയിട്ടുണ്ട്. അതിൽ തന്നെ നമുക്ക് ഉണ്ടാക്കാം. കുറച്ച് കടുക് ഇവിടെ എടുത്തിട്ടുണ്ട്. നമ്മളിവിടെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അതൊന്നിട്ടിട്ട് ഒന്നിട്ട് മൂപ്പിച്ചിട്ട് എടുക്കാം. ഇഞ്ചി വെളുത്തുള്ള പച്ചമുളക് ഏകദേശം പോയി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പാകത്തിനുള്ള മുളക് പൊടി, നമ്മളെപ്പോഴും ഇത് ഉണ്ടാക്കുമ്പോൾ ഫ്ലെയിം ഒന്ന് സ്ലോ ആക്കുക. മുളക് പൊടികളൊക്കെ ഇടുമ്പോൾ ഫ്ലെയിം ഒന്നിട്ട് സ്ലോ ആക്കുക. നമുക്ക് മുളക് പൊടി നമ്മളിവിടെ ഇട്ടിട്ടുണ്ട്. കുറച്ച് മഞ്ഞപ്പൊടി അതും കൂടി ആഡ് ചെയ്യാം. എന്നിട്ട് ഇതിൻ്റെ പച്ചമണം പോകുന്നത് വരെ നല്ലൊന്ന് ഇളക്കി കൊടുക്കാം. കരിഞ്ഞു പോകരുത്, അപ്പോൾ നമ്മൾ അച്ചാറിൻ്റെ ടേസ്റ്റ് മാറിപ്പോവും. ഇതിൻ്റെ പച്ചമണം പോകുന്നത് വരെ നല്ലോണം ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മൾ ഈ പൊടികളെ പച്ചമണം പോയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ശർക്കര പാനി, നമ്മളിവിടെ ശർക്കര എടുത്തിട്ട് അലിയിപ്പിച്ചെടുത്തതാണ്. അപ്പോൾ പാകത്തിനുള്ള ഉപ്പ് അതും കൂടി ആഡ് ചെയ്യാം. നമ്മൾ ഈ ഒരു അച്ചാറിൻ്റെ ഇത് വെള്ളം ഒന്ന് ജസ്റ്റ് ഒന്ന് വലിയിപ്പിച്ചെടുക്കാം, ഒന്നട് കുറുക്കിയിട്ടെടുക്കാം. അല്പം കായപ്പൊടി ഇട്ട് കൊടുക്കാം. അതിന് ശേഷം നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള മുന്തിരി അത് ഇതിലിട്ട് കൊടുക്കട്ടോ. നമ്മളെ പൊടികളൊക്കെ ഏകദേശം വെന്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ മുന്തിരി ഇടുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യുക. പിന്നെ അത് ഫ്ലെയിം ഓൺ ചെയ്യേണ്ട ആവശ്യമില്ല. പാകത്തിനുള്ള സുർക്കയും കൂടി ഒഴിച്ചു കൊടുക്കാം. വളരെ സിമ്പിളായിട്ട് നമ്മളിവിടെ ഒരു അടിപൊളി മുന്തിരി അച്ചാർ നമ്മളിവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. നമ്മളെ കല്യാണ വീടുകളിലൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റിലാണ്. അപ്പോൾ ഇത് കുറച്ച് നേരം ചൂടാറി കഴിഞ്ഞാൽ ഒന്ന് ജസ്റ്റ് അതിൻ്റെ ആ ഒരു കുറച്ചൊന്ന് ഡ്രൈ ആവും. വേണ്ടവർക്ക് നമുക്ക് കുറച്ച് ഡ്രൈ ആക്കണമെങ്കിൽ നമ്മളെ ഗ്രേവി ഒന്നും കൂടി വറ്റിച്ചിട്ട് നമുക്കത് ചെയ്യാം, അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ നമ്മളിന്ന് കുറച്ചൊരു ഗ്രേവി ടൈപ്പാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ നമ്മളെ കല്യാണ വീടുകളിലൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റിലാണ് നമ്മളിവിടെ തയ്യാറാക്കിയത്. അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ട നമ്മളെ ചാനൽ ഒന്നും സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയിൽ കാണുന്നതുവരേക്കും ബൈ.